ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ സൗദി അറേബ്യയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡിലോട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഫർസാൻ ഐലൻഡ് എന്നാണ്, ഫുർസാന ഐലൻഡ് എന്നും പ്രൊനൗൺസ് ചെയ്യും. സോ ഫർസാന ഐലൻഡിനെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് സൗദി അറേബ്യയുടെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടുള്ള ഒരു സിറ്റിയാണ്, ഹിസ്റ്റോറിക്കൽ ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ജീസാൻ. ജീസാൻ എന്ന് പറയുമ്പോൾ യമൻ്റെ ബോർഡർ ആയിട്ടാണ് വരിക. സോ ഈ ജീസാൻ വഴിയാണ് നമുക്ക് ഫർസാന ഐലൻഡിലോട്ട് പോകാൻ പറ്റുന്നത്. ജീസാനിൽ സൗദി ബോർഡർ ഉണ്ട്. സോ ആ സൗദി ബോർഡറിന് 50 കിലോമീറ്റർ ഓഫ് ഷോർ പോയിട്ടാണ് നമുക്ക്, റെഡ് സീ കൂടെ ഓഫ് ഷോർ പോയിട്ടാണ് നമുക്ക് ഫർസാന ഐലൻഡിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡറിൽ വന്നാൽ ഇവിടുന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഓഫീസിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരും. ഷട്ടിൽ സർവീസ്, ചെറിയൊരു മിനി ബസ്സാണ്. കുറച്ച് അങ്ങ് ഒരു 1.5 കിലോമീറ്റർ ഉള്ളോട്ട് പോകാനുണ്ട്. അല്ലാതെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. നമ്മൾ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഫെറിയിൽ കയറി, പിന്നെ നമുക്ക് അതിലെ സ്റ്റാഫ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ സീറ്റ് ഒപ്പിച്ച് തരികയാണ് ചെയ്തിരുന്നത്. സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, അതുകൊണ്ട് ലേറ്റായിപ്പോയി. പിന്നെ നമ്മൾ സീറ്റൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായപ്പോൾ നമുക്ക് അവർ സേഫ്റ്റിയുടെ പറ്റിയൊക്കെ പറഞ്ഞു തരും. സോ നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ 2 സൈഡിലും റെഡ് സീ കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ ഈ ഒരു വീഡിയോ ആണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ സീറ്റൊക്കെ ഉള്ളിലായിരുന്നു. അപ്പോൾ പിന്നെ അടുത്തിരിക്കുന്നവർക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. സോ ഇവിടുന്ന് നമ്മൾ 1.5 മണിക്കൂർ ഫെറിയിലിരുന്നു. അതിനുശേഷം നമ്മൾ ഫർസാൻ ഐലൻഡിലോട്ട് ലാൻഡ് ചെയ്തു. സോ ഇതാണ് ഫർസാൻ ഐലൻഡിൻ്റെ നമ്മൾ ഷിപ്പ് ഫെറി ഇറങ്ങുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നമുക്ക് ടാക്സി വഴിയാണ് ഫർസാൻ ഐലൻഡ് ഫുൾ കാണാൻ പറ്റുന്നത്. നമ്മളൊരു ടാക്സിക്കാരനെ അറേഞ്ച് ചെയ്തു. അവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഹെറിറ്റേജിലോട്ടാണ് പോയത്. അത് ഇതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള സ്ഥലമാണ്. സോ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. ഇവിടെ അവർ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ്, പഴയ കാലഘട്ട ആ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ അവരങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. സോ അതൊന്ന് നടന്ന് കാണാനാണ് ഉള്ളത്. നമുക്ക് ഫർസാന ഐലൻഡിലോട്ട് വരണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ഫെറി സർവീസ് അവൈലബിൾ ആണ്. സോ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ ഓൺലൈൻ വഴി ഫെറിയുടെ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഫ്രീ ആണെങ്കിലും ടിക്കറ്റ് നമ്മൾ ഓൾറെഡി മുമ്പേ ബുക്ക് ചെയ്യണം. പിന്നെ വിസിറ്റിംഗ് വിസയിൽ വന്നവരാണെങ്കിൽ അവരെ പാസ്പോർട്ട് കയ്യിൽ വയ്ക്കുക. ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഇക്കാമ, വാലിഡ് ആയിട്ടുള്ള ഇക്കാമ കയ്യിൽ വേണം. പിന്നെ നിങ്ങളുടെ ഓൺ വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫെറി വഴി ഫർസാന ഐലൻഡിലോട്ട് കൊണ്ടുവന്നിട്ട് അതുവഴി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കമ്പനി വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളത് കമ്പനി വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഫെറി തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഉള്ളൊക്കെ ഒരു പഴയ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നതാണ്. അവരിരുന്ന കസേരകൾ, അവർ ചായ കുടിക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ 2-3 സ്റ്റാഫ് ഉണ്ട് നോക്കാനായിട്ട്. ഈ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജിലോട്ട് എൻട്രി ഫീ ഒന്നുമില്ല, നമുക്ക് വന്ന് കണ്ടിട്ട് പോവാം. ഉച്ചയ്ക്ക് ശേഷം ഇത് ഓപ്പൺ ആയിരിക്കില്ല, അതുകൊണ്ട് വരുന്നവർ ഫസ്റ്റ് തന്നെ ഇതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇരുന്ന് കണ്ട്. ഞാൻ ആക്ച്വലി വന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമായിരുന്നു. നമ്മൾ പെരുന്നാളിൻ്റെ ലീവിനായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഇതൊക്കെ ക്ലോസ് ആയിരുന്നു. നമുക്ക് അങ്ങനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരണമെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ബോട്ട് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വരാൻ പറ്റും. അതായത് ജീസാൻ അവിടെ നിന്ന് എടുത്തിട്ട് വരാം. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെതല്ല, പ്രൈവറ്റാണ്. ഫീ ഉണ്ട് അതിൻ്റെ ചാർജ് കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. പെരുന്നാളിൻ്റെ ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിനും കുറച്ച് ബുദ്ധിമുട്ടി. നമ്മൾ അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇവിടെ നിന്ന് കഴിക്കാമെന്നുള്ള ഇതിൽ ഇവിടെ ഫിഷ് മാർക്കറ്റിൽ വലിയ ഫിഷെല്ലാം കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു വന്നിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിരുന്നു. ഇവിടെ കുറേ ഈത്തപ്പഴത്തിൻ്റെ മരം, അതേപോലെ നമ്മുടെ ആര്യവേപ്പ്, ഇതൊക്കെ ഹൈബ്രിഡാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നതാണ്. പിന്നെ മുരിങ്ങയില, എവിടെ പോയാലും ഇവിടെ മുരിങ്ങയില ഉണ്ടാവും. ഇതാണ് നമ്മളെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ. നമ്മൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് മാക്സിമം നമ്മൾ പോകുന്നതിൻ്റെ മുമ്പേ ഏതൊക്കെ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ടാക്സിക്കാർ വന്ന് നമ്മളെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ
ഇന്ന സ്ഥലങ്ങൾ പോകണം, എത്ര രൂപയാവുമെന്ന് ചോദിക്കുക. എന്നിട്ട് അവർ പറയുന്നതിൽ മാക്സിമം താത്തി പിടിച്ചിട്ട് വേണം ഇതാക്കാം. നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് അവർ വന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിഷ് മാർക്കറ്റ് പോയി. പക്ഷേ ഫിഷ് മാർക്കറ്റ് പെരുന്നാളിൻ്റെ ലീവ് ആയതുകൊണ്ട് ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കാർ ഇറങ്ങി എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു വന്നു. ഇത് ഓപ്പൺ ആണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഫർസാന ഐലൻഡ് ആക്ച്വലി പോപ്പുലേഷൻ കുറവുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ വന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബിക്കോസ് മാൽഡീവ്സ് ഒക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് ആ സ്ഥലമാണോ ഈ സ്ഥലമാണോ, എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതിന് മാത്രമൊന്നും നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ആകെ എക്സൈറ്റഡായി. നല്ല സ്ഥലം, നമുക്കിവിടെ ഒരുപാട് സമയം ഇരിക്കാം. പക്ഷെ നല്ല ചൂടാണ്, നല്ല വെയിലുമുണ്ട്, ഈ വെള്ളത്തിൻ്റെ ഒരു തണുത്ത കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അതങ്ങ് ബാലൻസ് ചെയ്ത് പോവാം. എന്നാലും നല്ല ചൂടാണ്. ഗേൾസൊക്കെ വരുമ്പോൾ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് ഇട്ട് സൺഗ്ലാസ്സൊക്കെ എടുത്തിട്ട് വരണം. ഞാൻ ഇതൊന്നും ഇല്ലാതെയായിരുന്നു പോയിരുന്നത്. വന്നാൽ നമുക്ക് പിന്നെയും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഐലൻഡ് ഇങ്ങനെ ഭംഗിയുള്ളതാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇത് അധികം ആൾക്കാരൊന്നും ഇല്ല റോഡിൻ്റെ മുകളിലൊന്നും. നമുക്ക് തന്നെ ഒരു പേടിയാവും. അതിലൂടെ നമ്മൾ ടാക്സി ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓഫ് റോഡാണ് ഈ ഐലൻഡിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാവും. പിന്നെ നമ്മളൊരു ധൈര്യത്തിലങ്ങിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തെത്തി. സൂപ്പർ അല്ലേ? നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ 2 പേര് മാത്രം വന്നതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഇത് ചെയ്യാൻ പറ്റാതിരുന്നത്. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങൾ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള വേറൊരു ബീച്ച് പോകാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് ആ ഒരു ബീച്ചിലോട്ടാണ് പോവുക. ഇവിടെ ഫിഷിങ്ങൊക്കെ നടക്കുന്നതാണ്. ഇതിൻ്റെ താഴോട്ട് ചെറിയ ചെറിയ ഫിഷിങ് നടക്കുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ റൂംസൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല അതിനകത്ത്. അവർ ഫിഷിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. രാവിലെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എങ്ങനെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ അവരൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പെരുന്നാളിൻ്റെ ലീവ് ആയതുകൊണ്ട് ഇതും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുന്ന് കുറേ നേരം ഇവിടെ ഇരുന്നു. നാട്ടിലേക്ക് കുറച്ച് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ സ്ഥലത്താണ് ഞങ്ങളുള്ളതെന്ന്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു, സെൽഫി എടുക്കുമ്പോൾ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെയിലടിച്ചിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് അവിടെ നിന്ന് വ്ളോഗിലോട്ട് കുറച്ച് സംസാരിക്കാനൊക്കെ നോക്കി. പക്ഷേ മൈക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ക്ലിയർ ആവുന്ന പോലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ആക്ച്വലി നമുക്ക് വരാൻ തോന്നുന്നില്ല. വെയിലാണെങ്കിൽ ഈ പാറയുടെയൊക്കെ സൈഡിൽ പോയി നിന്നാൽ നല്ല തണുപ്പുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരുപാട് ഈ ഓഫ് റോഡ് പോയാലാണ് അടുത്ത സ്ഥലം എത്തുന്നത്. ഞാൻ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഈ സ്ഥലം ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാതെ ഇവിടെ ഒരുപാട് ഇവരുണ്ടാവും. വിസിറ്റേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി. ഇത് 3ാമത്തെ ബീച്ചാണ്. ഈ ബീച്ചിനകത്ത് പോയപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി നോക്കി. അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഒരുപാട് ദൂരമുണ്ട്. അതിനകത്തൊക്കെ മാക്സിമം ഞാൻ ഈ വീഡിയോ എല്ലാം കൂടി നോക്കുമ്പോൾ 3.5 മണിക്കൂറുണ്ട് ഈ വീഡിയോ. ആക്ച്വലി ഇതൊരു സിനിമയായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ വലിച്ചു നീട്ടി കാണുമ്പോൾ അവർക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു ചെറിയ ഒരു 20 മിനിറ്റിൽ ഒതുങ്ങുന്നത് പോലെ ചെയ്തതാണ്.
നല്ല സ്ഥലങ്ങളാണ് കാണാൻ. പോയാൽ നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നും. ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയതാണ്. ഇങ്ങനെ ആയതല്ല, ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചതാണ്. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ഇതിങ്ങനെ ആയതായിരിക്കും, പിന്നെ അവിടുന്ന് കടൽ കുറച്ച് പുറത്തോട്ട് വന്നതായിരിക്കും എന്നൊക്കെ. പക്ഷെ അല്ല, അതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഈ കടലിലെ എല്ലാ സാധനങ്ങളുമാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിനുള്ളോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റും. സ്വിമ്മിങ് ഏരിയ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മളിവിടെ ഇരുന്നു കേട്ടോ. സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനൊക്കെ ശേഷമാണ് പോയത്. എന്ന് വെച്ചാൽ വൈകിട്ടേ നമുക്ക് തിരിച്ച് ഫെറിയുള്ളൂ. അപ്പോൾ പിന്നെ ആ ടൈം ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ. ഇനി നമുക്കിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. വെയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അങ്ങ് നിൽക്കാനും പറ്റില്ല. നമ്മൾ ഈ ഗുഹയുടെ ഇതിൻ്റെയൊക്കെ അടിയിലാണ് ഒരുപാട് നേരം ഇരുന്നത്. ഇനി നമുക്ക് പോകുന്ന ആ റോഡിൻ്റെ സൈഡിലൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, റോഡിൻ്റെ സൈഡിൽ അവർ ചെയ്തു വെച്ച ആർട്ടാണിത്. സോ അതൊക്കെ ഇറങ്ങി അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അടുത്തടുത്ത സ്ഥലങ്ങൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റാണ്. ഇനി 150 വർഷം പഴക്കമുള്ള വേറൊരു ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് നമുക്ക് കാണാനുണ്ട്. ഇതാണ് 150 വർഷം പ്ലസ് പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ്. ചിലതിനകത്ത് ആൾക്കാർ താമസമുണ്ട്. ചിലത് കണ്ടാൽ ഇപ്പോൾ വീഴുമെന്ന് വിചാരിക്കും നമ്മൾ, പക്ഷെ അത് വീഴില്ല. ആ കാലം അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയല്ലോ. ഇതിൻ്റെ ഉള്ളോട്ട് പോയാൽ ചില ഇതിനകത്ത് അവർ താമസമുണ്ട്. നമുക്ക് തന്നെ പേടിയാവും കണ്ടാലും, നമ്മുടെ തലയിലേക്ക് വീഴുമെന്ന്, അത്രയും പഴയതായിട്ടുണ്ട്. ഈ ഹണിമൂണിനൊക്കെ വരുന്നവരാണെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഇവിടെ റിസോർട്ടിൽ നിന്നിട്ട്, ഇവിടെ ഒരുപാട് നല്ല റിസോർട്ടൊക്കെ ഉണ്ട്. റിസോർട്ടിൽ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിറ്റേന്ന് വൈകിട്ട് തിരിച്ചു പോകുന്ന പോലെ പോയാൽ മതി. നമ്മൾ വരുമ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല ഇനി എപ്പോഴാണ് വരേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത് എന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ വെയിലത്ത് നമുക്ക് ആവില്ല സ്ഥലങ്ങളൊന്നും പോയി കാണാൻ. അത്രയും വെയിലാണ്. നമ്മൾ തന്നെ ക്ഷീണിച്ച് പോകും. കാറിൻ്റെ ഉള്ളിലിരുന്നാലും കാറൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്, അങ്ങനത്തെ ചൂടായിരുന്നു. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് വായിച്ച് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകാനുള്ള ഫെറി വൈകിട്ടാണ്. വൈകിട്ട് ഫെറി ഉണ്ട്, പക്ഷേ ചില ആൾക്കാർ പറയുന്നു വൈകിട്ടത്തെ ഫെറി റെഡ് സീയിൽ കാറ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് മുമ്പ് പോയിട്ട് അവിടെ അതൊക്കെ ചെക്ക് ചെയ്യണം. ഇത് ക്യാൻസലായി പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചിലപ്പോൾ ഇവിടെ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും വരുന്നവർക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വരാൻ. ഇതിൻ്റെയൊക്കെ ഉൾഭാഗം കൊത്തുപണികളാൽ നിർമ്മിതം. കൊള്ളാമല്ലേ? അന്നത്തെ കാലത്ത് അവരിങ്ങനെയൊക്കെ അടിപൊളിയാക്കി ഉണ്ടാക്കിയല്ലോ. ഒരു പാലസിൻ്റെ സ്റ്റൈലിലാണ് ഇത് മൊത്തം ഉള്ളത്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വേറൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇതും സെയിം ഇയർ ഇത് തന്നെയാണ് ഉള്ളത്. ഇവിടെ വരുന്നവർ ഈ സ്ഥലങ്ങളൊക്കെ മാക്സിമം കണ്ടിട്ട് വേണം പോകാൻ. വൈകുന്നേരം ആയാലും ഈ ഫെറിയുടെ ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ എത്തിയാൽ മതി. നമ്മൾ 3:45 ഈ തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്ന് നമുക്ക് ഫെറി കയറാനുള്ള അവിടെ ഈ നിർത്തിയിട്ട് ഈജിപ്തിലോട്ടുള്ള ഫെറിയിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ റിട്ടേൺ ടിക്കറ്റൊക്കെ എടുക്കണം. അങ്ങനെ റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തു ആണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആ റിട്ടേൺ ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ഇൻ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം. ഉള്ളിൽ AC ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതാവില്ല. കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, പിന്നെ നമ്മളും മാത്രമേ ഉള്ളൂ.
ഇവിടെ നമ്മളിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി, ഇന്ന് ഫെറി ക്യാൻസലാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൺഫേം ചെയ്തു ഇന്ന് ഫെറി ഇല്ല. അപ്പോൾ നമ്മളവിടെ പെട്ടുപോയ പോലെയായി. പക്ഷേ അപ്പോൾ അവിടെയുള്ള ഒരു ആർമി ഓഫീസർ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു തന്നു, ഇവരൊരു പ്രൈവറ്റ് ഫെറി ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്, ജീസാനിലോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ അതിനകത്തോട്ട് പോയിക്കോളൂന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം വരണം കേട്ടോ, കുറച്ച് നടന്നിട്ട് വരണം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓടി നമുക്ക് എത്തുന്നില്ല. അപ്പോൾ വേറൊരു അറബി വന്നു. അറബിയാണോ യെമിനിയാണോ എന്നറിയില്ല. അപ്പോൾ അവർ വന്നിട്ട് നമ്മളടുത്ത് ചോദിച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഞങ്ങൾ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അറബി നമ്മളെ അവിടെ ആക്കി തന്നു. അവിടെ ആക്കി തന്നപ്പോൾ അവർ തന്നെ അവിടെയുള്ള ഓഫീസറുടെ അടുത്ത് പറഞ്ഞു, ഇവർ ഫാമിലിയാണ്, ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരിവിടെ സ്ഥലം കാണാൻ വന്നിട്ട് ഇപ്പോൾ ഫെറി ക്യാൻസലായിപ്പോയി, അവർക്കിവിടെ നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് നല്ലത്. പക്ഷേ നമുക്കൊരു പിറ്റേന്ന് ഹസ്ബൻഡിന് പണിക്ക് പോകണം രാവിലെ. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബോട്ട് കയറി. ഈ ബോട്ടിൽ ഒരു 10-12 പേർക്ക് കയറാൻ പറ്റുള്ളൂ. ബോട്ടിൻ്റെ ആളാണെങ്കിൽ ഒരു 1.5 ഡ്രൈവാണ്. അപ്പോൾ നമുക്കാകെ പേടിയായി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ബിൽഡിങ് കണ്ട്, അന്നപ്പോൾ നമുക്കൊരു സമാധാനമായി. അങ്ങനെ ജീസാനിലെത്തി നമ്മൾ വേഗം ഓടി ഇതിൻ്റെ ബോട്ടിൽ നിന്ന് ഇറങ്ങി. അത്രയും സ്പീഡിൽ കത്തിച്ച് വിട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത്. പേടിയാവും ഇതിനകത്തിരിക്കുക. ഒന്നാമത് ഇത്രയും വലിയ കടലിൽ കൂടിയൊന്നും ഞങ്ങൾ 2 പേര് യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ബോട്ട് അവിടെ ഇറങ്ങി. അങ്ങനെ ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ ഈ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്ന മോസ്റ്റ്ലി എല്ലാവരും തമിഴിയൻസാണ്. അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒന്നുമില്ല. ഏട്ടൻ അറബി അറിയെങ്കിലും എനിക്ക് അറബി അറിയില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ ജോലിക്കാരൊക്കെ തമിഴിയൻസ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ ബോട്ടിൻ്റെ മുകളിലും അതിൻ്റെ അഡ്രസ്സൊക്കെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ചിട്ട് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ മീൻ പിടിച്ച് പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇറങ്ങി പിന്നെ നടക്കണം. നമ്മൾ ഫസ്റ്റ് കയറിയ സ്ഥലത്ത് പോകണമല്ലോ നമുക്ക്. അപ്പോൾ അവിടെയാണ് നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അവിടെ വരെ പോയി. ടാക്സി ഒന്നും കിട്ടിയില്ല, പെരുന്നാളിനായതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് സൗദിയുടെ ബോർഡറിൻ്റെ അവിടെ പോയിട്ട് നമ്മളെ വണ്ടി എടുത്തു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണിത്. ഇവിടെ കുറേ പണിക്ക് എടുക്കുന്ന ബോട്ടും തോണിയും ഇതെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടലിൽ പോയിട്ട് ഫിഷൊക്കെ പിടിച്ചിട്ട് വന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ചൂടാക്കി കഴിക്കാം, അതായത് കുക്ക് ചെയ്ത് കഴിക്കാം. അതിനുള്ളൊരു സ്ഥലമാണ്. ഇതിന് നമ്മൾ കുറച്ച് നേരം കടലൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്. ഇത് ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഭംഗി കൊണ്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാൻ തോന്നുന്നില്ലാത്ത പോലെ. അപ്പോൾ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.